ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ 3rd ചാപ്റ്റർ ബിസിനസ് എൻവിറോൺമെൻറ്റിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ബിസിനസ് എൻവിറോൺമെൻറ്റ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡിഫറെൻ്റ് ഡയമെൻഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ എക്കണോമിക് എൻവിറോൺമെൻറ്റിൽ വന്ന മാറ്റങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എന്തൊക്കെ ചേഞ്ചുകൾ ഉണ്ടായി, ബിസിനസ് മേഖലയിലും മറ്റും ഇൻഡസ്ട്രി മേഖലയിലും ഒക്കെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി എന്നുള്ള തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു കൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എക്കണോമിക് എൻവിറോൺമെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ സാമ്പത്തിക പരിസ്ഥിതി. എന്താണ് ഇന്ത്യൻ സാമ്പത്തിക പരിസ്ഥിതി, അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഈ ഘടകങ്ങൾ എങ്ങനെയൊക്കെയാണ് ബിസിനസ്സിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക പരിസ്ഥിതി അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ തന്നെയും ഇന്ത്യയിലുള്ള വിവിധ ബിസിനസ്സുകളെയും ഇൻഡസ്ട്രികളെയും ബാധിക്കുന്നത് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് സ്റ്റേജ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസന തലം. അതായത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു രാജ്യം എക്കണോമിക്കലി ഗ്രോത്ത് അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചില ബിസിനസ്സുകൾ അപ്ഡേറ്റഡ് ആയിപ്പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ ആളുകൾ എക്കണോമിക്കലി ഇമ്പ്രൂവ്ഡ് ആകുമ്പോൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ പലതും അപ്ഡേറ്റ് ആയി പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ബിസിനസ്സിനെ ബാധിക്കുന്നതാണ്. അത് അവിടുത്തെ എക്കണോമിക് എൻവിറോൺമെൻറ്റിൻ്റെ ഭാഗമാണ്. രണ്ടാമത് പറയുന്നത് എക്കണോമിക് സ്ട്രക്ചർ, സാമ്പത്തിക ഘടന. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് ഒരു മിശ്ര ഘടനയാണ്. അതായത് ഒരു മിക്സ്ഡ് എക്കോണമിയാണ് ഇന്ത്യക്കുള്ളത്. അതായത് പ്രൈവറ്റും പബ്ലിക്കും കൂടെ മിക്സ് ആയിട്ടാണ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില മേഖലകൾ പ്രൈവറ്റിൻ്റെ കയ്യിലാണ്, ചില മേഖലകൾ പബ്ലിക്കിൻ്റെ കയ്യിലാണ്. ചില കാര്യങ്ങൾ രണ്ടുപേരും ഒരുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഇന്ത്യൻ എക്കണോമിക് എൻവിറോൺമെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് എക്കണോമിക് പോളിസീസ് ഓഫ് ഗവൺമെൻറ് സച്ച് ആസ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ്. ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരുപാട് എക്കണോമിക് പോളിസികൾ, നയങ്ങൾ, അതേപോലെ തന്നെ ടാക്സുമായി ബന്ധപ്പെട്ട് വരുന്ന നയങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ബിസിനസ്സുകളെ ബാധിക്കുന്ന ഇന്ത്യൻ എക്കണോമിക് എൻവിറോൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അതായത് ഇന്ത്യൻ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊണ്ടുവരുന്ന ഒരുപാട് പോളിസികൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പലതരത്തിലുള്ള പോളിസികൾ, അപ്പോൾ മദ്യനയം പോലെയൊക്കെയുള്ള പോളിസികൾ കൊണ്ടുവരുമ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ബിസിനസ്സുകൾ അത് ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടാക്സിൽ കൊണ്ടുവരുന്ന പോളിസികൾ, അതും ആ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണോ കൊണ്ടുവരുന്നത് ആ മേഖലയിൽ വരുന്ന ബിസിനസ്സുകളെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതും എക്കണോമിക് എൻവിറോൺമെൻറ്റിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ എക്കണോമിക് പ്ലാനിങ് ആൻഡ് 5-year പ്ലാൻസ്. അതായത് നമ്മളുടെ പഞ്ചവത്സര പദ്ധതികൾ. ഇപ്പോൾ ഇന്ത്യൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്, ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പഞ്ചവത്സര പദ്ധതികൾ, ഓരോ 5 വർഷത്തേക്കും ഉണ്ടാക്കുന്ന പഞ്ചവത്സര പദ്ധതികൾ, അതേപോലെ തന്നെ ഓരോ വർഷത്തേക്കും ഉണ്ടാക്കുന്ന ബഡ്ജറ്റുകൾ, ഈ ബഡ്ജറ്റിലെ നീക്കിയിരിപ്പുകൾ, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ബിസിനസ്സുകളെ ബാധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വർഷവും ബഡ്ജറ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേപ്പറിലൊക്കെ കാണാറുണ്ട് ചില സാധനങ്ങളുടെ വില കൂടി, ചില സാധനങ്ങളുടെ വില കുറഞ്ഞു. അപ്പോൾ ഇത് അതാത് മേഖലകളിലേക്ക് വരുന്ന നീക്കിയിരിപ്പുകൾക്കനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതും എക്കണോമിക് എൻവിറോൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ആൻഡ് നെക്സ്റ്റ് എക്കണോമിക് അഗ്രഗേറ്റ്സ് ലൈക്ക് GNP, GDP, പെർ ക്യാപിറ്റ ഇൻകം, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സെട്ര. അതായത് ആഭ്യന്തര വളർച്ചാ നിരക്ക്, ആളോഹരി വരുമാനം, നീക്കിയിരിപ്പ്, ധനനിക്ഷേപം തുടങ്ങി ഒരുപാട് സാമ്പത്തിക സൂചകങ്ങളുണ്ട്. നമ്മൾ എക്കണോമിക്സിലൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഏതിൻ്റെ ഭാഗം തന്നെയാണ്, എക്കണോമിക് എൻവിറോൺമെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ദെൻ ഫൈനലി ഇൻഫ്രാസ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ലൈക്ക് ബാങ്കിങ്, ട്രാൻസ്പോർട്ട്, ഫ്യുവൽ, കമ്മ്യൂണിക്കേഷൻ, എനർജി എക്സെട്ര. അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേറെ ചില സ്ഥാപനങ്ങളുണ്ട്. ബിസിനസ്സിന് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ, ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ ഫ്യൂവൽ, നമ്മളുടെ ഇന്ധന വില കൂടുന്നതും കുറയുന്നതൊക്കെ ബിസിനസ്സുകളെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റുകൾ, അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ മാറുന്നതും ബിസിനസ്സുകളെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ
ഇതൊക്കെ ബിസിനസ്സിൻ്റെ എക്കണോമിക് എൻവിറോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ എക്കണോമിക് എൻവിറോൺമെൻറ്റ് എന്നുള്ള ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ത്യൻ എക്കണോമിക് എൻവിറോൺമെൻറ്റിലെ ചില ഫാക്ടേഴ്സും അത് എങ്ങനെയാണ് ബിസിനസ്സിനെ ബാധിക്കുന്നതും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ 1991 വരെ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 1991 വരെ ഇന്ത്യയിൽ ഫോളോ ചെയ്തിരുന്ന ഒരു നയം എന്ന് പറയുന്നത് കൂടുതലും പബ്ലിക് സ്ഥാപനങ്ങൾക്ക്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1991 ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് സാക്ഷ്യം വഹിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള എക്കണോമിക് ചേഞ്ചുകൾ വന്നു. അപ്പോൾ അന്ന് 1991 ജൂലൈയിൽ ഒരു പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ പാസ്സാക്കുകയുണ്ടായി. അപ്പോൾ ആ സാമ്പത്തിക നയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ന്യൂ എക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം 1991 ഈ സാമ്പത്തിക നയം കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. നമ്മൾ LPG എന്ന് ഷോർട്ടായിട്ട് പറയാറുണ്ട്. ലിബറലൈസേഷൻ അതായത് ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ അതായത് സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ അതായത് ആഗോളവൽക്കരണം. ഈ 3 എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ അന്ന് വരെ ബിസിനസ്സുകൾ തുടങ്ങുന്നതിനും അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾ തുടങ്ങുന്നതിനൊക്കെ ഒരുപാട് ലൈസൻസുകൾ, ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നൂലാമാലകളൊക്കെ ഒഴിവാക്കി അതിനെ ഒരു ഉദാരവൽക്കരണം നടത്തുക എന്നതായിരുന്നു ആദ്യത്തെ പരിപാടി. അതാണ് ലിബറലൈസേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി കൂടുതൽ ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ള ഒരു പോളിസിയായിരുന്നു ലിബറലൈസേഷൻ. ഇതിൻ്റെ ഭാഗമായി ഭൂരിഭാഗം ബിസിനസ്സുകൾക്കും അവരുടെ ലൈസൻസ് ഇങ്ങനെയുള്ള ഫോർമാലിറ്റികൾ കൂടുതലും എളുപ്പമാക്കി കൊടുത്തു, അല്ലെങ്കിൽ ചിലതിനൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി അവരെ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഫസ്റ്റ് വൺ, ലിബറലൈസേഷൻ. രണ്ടാമത് പറയുന്നത് പ്രൈവറ്റൈസേഷൻ. നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു 1991 വരെ ഇന്ത്യയിൽ കൂടുതലും പബ്ലിക് സെക്ടറിന്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായിരുന്നു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ബിസിനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ പല മേഖലകളും പൂർണ്ണമായിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടേക്കൊക്കെ ഈ പ്രൈവറ്റ് മേഖലയുടെ ഒരു വരവിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു പോളിസിയായിരുന്നു പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. അതായത് പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓഹരികൾ വിറ്റഴിക്കുകയും അതിലൂടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരികയും ചെയ്തു. അതേപോലെ തന്നെ ലാഭത്തിലല്ലാത്ത സ്ഥാപനങ്ങളെ പ്രൈവറ്റ് കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അത് മാറ്റം വരുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ലാഭത്തിലല്ലാത്ത പല കമ്പനികളെയും, അതായത് പൊതുമേഖലാ സ്ഥാപനത്തിന് കീഴിലുള്ള പല സ്ഥാപനങ്ങളെയും സ്വകാര്യ മേഖലകൾക്ക് കൈമാറുകയും ചെയ്തു. അത്തരത്തിൽ കൂടുതൽ സ്വകാര്യ ഉടമസ്ഥത ബിസിനസ് മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രൈവറ്റൈസേഷൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്താണ് പ്രൈവറ്റൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ ഉടമസ്ഥത, മാനേജ്മെൻറ്റ്, നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈവറ്റൈസേഷൻ. അപ്പോൾ ഈ പോളിസി പ്രകാരം പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് കൂടുതൽ സ്വകാര്യ ഉടമസ്ഥതയും മാനേജ്മെൻറ്റും കടന്നു വരാനുള്ള സാഹചര്യമുണ്ടായി. ദെൻ മൂന്നാമത്തെ പോളിസിയായിരുന്നു ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ലോകത്ത് എല്ലായിടത്തും ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുക, അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തേക്കും സാധനങ്ങളും മൂലധനങ്ങളും തൊഴിലും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും ഗ്ലോബലൈസേഷൻ. 1991 വരെ ഇന്ത്യ കൂടുതലും ഈ ഗ്ലോബൽ ബിസിനസ്സിനെ അത്ര പ്രൊമോട്ട് ചെയ്തിരുന്നില്ല എന്ന് വേണം പറയാൻ. കൂടുതലായിട്ടും അതായത് ഇമ്പോർട്ട് ചെയ്യുന്നതിനെയും എക്സ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഇത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഒക്കെ ഒഴിവാക്കി അത് കുറച്ചും കൂടെ സിമ്പിളാക്കി കൂടുതൽ ഇൻ്റർനാഷണൽ ബിസിനസ്സുകൾക്കുള്ള സാധ്യത ഒരുക്കുന്ന ഒരു പോളിസിയായിരുന്നു ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഒരുപാട് വിദേശ നിക്ഷേപങ്ങൾ വരികയും പല വിദേശ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി യോജിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 1991 വന്ന ഇന്ത്യയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉണ്ടായത്. ഫസ്റ്റ് വൺ ലിബറലൈസേഷൻ, സെക്കൻഡ് വൺ പ്രൈവറ്റൈസേഷൻ ആൻഡ് തേർഡ് വൺ ഗ്ലോബലൈസേഷൻ. ഓക്കെയാണല്ലോ. ഇനി പറയാൻ പോകുന്നത് ഈ പുതിയ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഈ നയത്തിലുണ്ടായ മാറ്റങ്ങൾ ബിസിനസ്സിന് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇൻക്രീസിങ് കോമ്പറ്റീഷൻ, മത്സരം കൂടി. അതായത് ഗ്ലോബലൈസേഷനൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് ഒരുപാട് വിദേശ കമ്പനികൾ വരികയും വിദേശ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ വിപണിയിലെത്തുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്കിടയിൽ കോമ്പറ്റീഷൻ, മത്സരം കൂടി വന്നു. രണ്ടാമത് പറയുന്നത് മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്. വിദേശ പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ വിവരങ്ങൾ ലഭിച്ചപ്പോൾ തന്നെ കസ്റ്റമേഴ്സും കൂടുതൽ ആവശ്യക്കാരായി. നമ്മൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ആവശ്യക്കാരായിട്ട് മാറി. അങ്ങനെ കൂടുതൽ ആവശ്യമുള്ള, കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന കസ്റ്റമേഴ്സിനെ ഇവിടെ ഉണ്ടാക്കി. നെക്സ്റ്റ് വൺ റാപ്പിഡ്ലി ചേഞ്ച് ഇൻ ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റ്. വളരെ പെട്ടെന്ന് മാറുന്ന ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റ് ഇവിടെ രൂപീകരിച്ചു. അതായത് പെട്ടെന്ന് മാറ്റങ്ങൾ, പുതിയ പുതിയ ടെക്നോളജികൾ, പുതിയ അപ്ഡേഷൻസ്, ഓരോ രാജ്യത്തും വരുന്ന ടെക്നോളജിക്കൽ അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് എത്താൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റ്, ഒരു സാങ്കേതിക പരിതസ്ഥിതി ഇവിടെ രൂപപ്പെട്ടു. ദ നെക്സ്റ്റ് വൺ നെസസിറ്റി ഫോർ ചേഞ്ച്. മാറ്റങ്ങളുടെ ഒരു ആവശ്യകത നിർബന്ധമായി. അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് ചേഞ്ചസ് കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഇന്നോവേഷനും, അതായത് പുതുമകൾ തേടുന്ന കസ്റ്റമേഴ്സായി മാറിയപ്പോൾ പുതുമ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങൾക്കാണ് ഇവിടെ എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. ദെൻ നെക്സ്റ്റ് വൺ നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്. അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതും ആവശ്യകതയായിട്ട് മാറി. കാരണം നമ്മൾ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകളെ പോലെ നമ്മുടെ ആളുകളും ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകളെയും അത്തരത്തിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ആവശ്യമായിട്ട് വന്നു. നെക്സ്റ്റ് വൺ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ. അതായത് വിപണിയെ കുറച്ചും കൂടെ പ്രാധാന്യം നൽകാൻ തുടങ്ങി. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളൊക്കെ മുന്നേ കൂട്ടി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയും അത് മാർക്കറ്റിൽ എത്തിച്ച് വിൽക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു. അവിടുന്ന് മാറി കസ്റ്റമറെ മനസ്സിലാക്കാനും കസ്റ്റമറുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും വിപണിയിലുള്ള അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അതേപോലെ തന്നെ ലാസ്റ്റ് വൺ ലോസ് ഓഫ് ബഡ്ജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ. അതായത് നേരത്തെ പബ്ലിക് സെക്ടറിന്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊക്കെ ഗവൺമെൻറ് ബഡ്ജറ്റ് ചെയ്തിട്ടായിരുന്നു അവ നിലനിന്നിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഗവൺമെൻറ് ബഡ്ജറ്റ് വിഹിതം വെക്കുന്ന സമയത്ത് അത് കാലക്രമേണ അതിൻ്റെ ഒരു ഫണ്ടിങ് കുറഞ്ഞു വന്നു. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ സ്വയം ഫണ്ട് റൈസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാറുകയും അതിൻ്റേതായ ഇമ്പ്രൂവ്മെൻറ്റ് അത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ ഒരു പോളിസി അല്ലെങ്കിൽ പുതിയൊരു എക്കണോമിക് പോളിസി, ഒരു സാമ്പത്തിക നയം ഇന്ത്യയിൽ കൊണ്ടുവന്നതിൻ്റെ ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇൻക്രീസിങ് കോമ്പറ്റീഷൻ, മത്സരങ്ങൾ കൂടി. അത് മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്, കൂടുതൽ ആവശ്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ ഡിമാൻഡ്സ് ഉള്ള കസ്റ്റമേഴ്സ് വന്നു. റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റ്, തുടർച്ചയായ അല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റ് ഇവിടെ ഉണ്ടായി. നെസസിറ്റി ഫോർ ചേഞ്ച്, മാറ്റം കൊണ്ടുവരുന്നത് ഒരു ആവശ്യകതയായിട്ട് മാറി. ദെൻ നെക്സ്റ്റ് വൺ നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ട് മാറി. മാർക്കറ്റ് ഓറിയൻറ്റേഷൻ, മാർക്കറ്റിന് പ്രാധാന്യം കൂടി. അതേപോലെ തന്നെ ലോസ് ഓഫ് ബഡ്ജറ്ററി സപ്പോർട്ട് ദ പബ്ലിക് സെക്ടർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം കുറഞ്ഞു. ഓക്കെയാണല്ലോ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞത് വളരെ ചെറിയ ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഈ ഭാഗത്തു നിന്ന് എക്സാമിന് ചോദ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്നിരുന്നാലും നമ്മൾ ഇതിനകത്ത് പറഞ്ഞ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെൻറ്റ്, അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവിറോൺമെൻറ്റ് പോലെയുള്ള ചില കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതേപോലെ തന്നെ ഈ ചേഞ്ചസ് ഇൻ എക്കണോമിക് എൻവിറോൺമെൻറ്റ് ഇന്ത്യ,
എക്കണോമിക് എൻവിറോൺമെൻറ്റ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ എക്കണോമിക് എൻവിറോൺമെൻറ്റിൽ വന്ന മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വന്ന മാറ്റങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക, നോട്ടൊക്കെ വളരെ വൃത്തിയായിട്ട് എഴുതാം. എന്തായാലും അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.